ഹലോ ഗായ്സ്, ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് 3.5 മാസത്തെ കുത്തിവെപ്പ് എടുക്കാൻ പോവാണ് അല്ലേ. ഞങ്ങൾ വാക്സിൻ്റെ ആണ്. അപ്പം ഇന്ന് എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. കാരണം വാശിയേറിയ വേറെ ആരുടെ അടുത്തും പോകാത്ത, അല്ലെങ്കിൽ തന്നെ ആരുടെ അടുത്തും പോകാത്ത കുട്ടിയാണ്. ഇനി വാശിയേറി പനിയൊക്കെ വന്നു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. കഴിഞ്ഞ 2 മാസം പിന്നെ വീട്ടിലായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇവിടെ എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞങ്ങൾ വാക്സിൻ എടുക്കാൻ പോവുകയാണ്. ഞങ്ങളിത് ബുക്കൊക്കെ ആയിട്ട് പോവാണ്. ഇതാണ് ഞങ്ങളുടെ ഔട്ട്ഫിറ്റ്, ഞങ്ങളുടെ മഷ്റൂം ഉടുപ്പ്. ഇതൊക്കെ മിച്ചം ഉപ്പാണ്. ഞങ്ങളിതൊക്കെ ഇട്ടാണ് ഇന്ന് കുത്തിവെപ്പിച്ചാൽ പോകണം അല്ലേ. ക്യാമറ ഉണ്ടെങ്കിൽ അതിൽ നോട്ടം അല്ലേ. നമ്മൾ ഇത് തെറ്റല്ലേ പോവാൻ മോനെ അല്ലേ. ഞാൻ പോയി വന്നിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. പോയി വന്നിട്ട് പറയാം. അപ്പം ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കും നമുക്ക് കാണാം. എൻ്റെ വണ്ടി കയറിയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്നു. ടൂറോ എന്നുണ്ടോ പിന്നീട് അറിയിച്ചാലും പീലീനെ കുത്താൻ കൊണ്ടുപോണേന്ന് പീലി അറിയണണ്ടാ. പീലീനെ കുത്താൻ കൊണ്ടുപോണേന്ന് പീലി അറിയണണ്ടാ. ഒത്തിരി കാഴ്ചയൊക്കെ കണ്ട് ചില്ലടിച്ചിരിക്കുക. കുത്തി കഴിയുമ്പോൾ എന്താവോ എന്തോ അവസ്ഥ. കാവടിനുള്ളിൽ പോണ്ട്. തിരിച്ചിങ്ങടെ എങ്ങനെയാ വന്നേ. അവരുടെ കുളി കഴിഞ്ഞാൽ ഉറങ്ങണ വെച്ചാണ്. ഇനിയിപ്പോൾ ഉറക്കമല്ലോ നമുക്ക് ഉറങ്ങണ്ടേ. ഞാൻ വിചാരിച്ചു പോണ വഴി ഉറങ്ങിക്കോളൂന്ന്. അങ്ങനെ ഞാൻ അപ്പം പിടിച്ചെടുത്ത് ഉറക്കാഞ്ഞ. കുത്തി വെച്ചാ തുണി നോക്കി കാണിച്ചനാ. അങ്ങനെ പീലിയുടെ കുത്തിവെപ്പൊക്കെ കഴിഞ്ഞ് പീലി ഭയങ്കര ബഹളമായിരുന്നു. പീലിക്ക് 3 കുത്തിവെപ്പുണ്ടായി. കയ്യിലെണ്ണം കാണിട്ടുണ്ട്. പിന്നെ ചെല്ലുമ്പോൾ തന്നെ പനിയുടെ മരുന്നൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് പീലി ഉറങ്ങി. വീട്ടിൽ ചെന്നാലും പറയാൻ എങ്ങനെയാ നോക്കുമോ. ഇന്ന് മിക്കവാറും വാശിയും ബഹളമൊക്കെ ആയിരിക്കും. പീലിയുടെ കുത്തിവെപ്പ് കഴിഞ്ഞ് അപ്പം ഞാൻ വന്നിട്ട് തീയട തൊട്ടിലുമ കിടത്തി ഉറക്കിയിട്ടുണ്ട്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഈ 3 എടുത്ത വാക്സിനിലും ഏറ്റവും കൂടുതൽ പനിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന വാക്സിൻ ഇതാണെന്നാണ് പറഞ്ഞത്. 45-ാമത്തെ ദിവസം ഇങ്ങനെ 3 ഇഞ്ചക്ഷൻ എടുത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്നാണ് 3 ഇഞ്ചക്ഷൻ എടുക്കുന്നത്. പാവം ഭയങ്കര കരച്ചിലായിരുന്നു. ഓരോ കുത്തിയിട്ട് അത് കരച്ചിൽ നിർത്തുമ്പോഴത്തേക്കും പിന്നെ അടുത്ത കുത്ത്. എനിക്ക് പാവം തോന്നി. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ആൾ കുത്താൻ കൊണ്ടപ്പോൾ തന്നെ. കണ്ണിന് ഇതേപോലെ 3 കുത്തൊന്നും കിട്ടിയിട്ടില്ല. ഇവക്കാണെങ്കിൽ 3 കുത്തൊക്കെ കിട്ടണം. ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ആളങ്ങോട്ട് ചിരിച്ച് കളിച്ച് പോയിട്ടാണ് ഈ കുത്തും കിട്ടി കരഞ്ഞിറങ്ങുന്നത്. അപ്പോൾ നമുക്ക് സങ്കടം. ചിരിച്ച് കളിച്ച് ഒന്നും അറിയാണ്ട് അങ്ങോട്ട് കയറിപ്പോയിട്ട് കുത്തും കിട്ടി ഇറങ്ങി തന്നെയാണെന്ന് സങ്കടം. ഇപ്പോൾ ഞാൻ പനിയുടെ മരുന്നൊക്കെ കൊടുത്ത് കിടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 പ്രാവശ്യം വാക്സിൻ എടുത്തപ്പോൾ പനി അങ്ങോട്ട് ഭയങ്കരമായിട്ട് പനിച്ചൊന്നുമില്ലായിരുന്നു. പക്ഷേ എങ്ങനെയെന്ന് എനിക്കറിയില്ല. കാരണം ആരുടെ അടുത്തും പോകുന്നത് കൊച്ചായതുകൊണ്ട് ഇന്ന് എൻ്റെ കയ്യിൽ തന്നെ ആയിരിക്കും. ഇന്നലെ ഇതേപോലെ മൂശാട്ടായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഇനി എന്താവുമെന്നറിയില്ല. നമുക്ക് നോക്കാം. ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഗേൾസ്. ചെറിയൊരു മോഡ് ഓഫ് ഉണ്ട്. കഴിക്കണമൊന്നുമില്ല. കഴിക്കണമൊന്നുമില്ല ഞങ്ങൾക്ക്. പക്ഷെ ഞങ്ങൾക്ക് വാശിയാണ്. പോട്ടെ പുറത്ത് പോകണോ. ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് നോക്കട്ടെ. പോട്ടെ എന്താണ് വേദന എടുക്കുന്നുണ്ടോ കാല്. കഴിഞ്ഞ് പിന്നെ നല്ല ഉറക്കമാണ് ആള്. പനിക്കണമൊന്നുമില്ല. മരുന്ന് ഇപ്പം കൊടുത്തോണ്ടിരിക്കും പനിക്കാത്തത്. എനിക്കിവിടെ മിണ്ടാൻ പാടില്ലേ. അറിയാൻ പാടില്ല. എനിക്കിവിടെ മിണ്ടാൻ പാടില്ലേ. പോട്ടെ ഉറങ്ങിക്കോ. ഉറങ്ങണ്ട. മരുന്ന് കുടിക്കണം. മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങാം. 5:30 ആവട്ടെ ഏട്ടാ. കഴിക്കാതെ എന്തെങ്കിലും കഴിക്കട്ടെ. അത് 2 മതി. പാലിച്ച് ഓപ്പോസിറ്റ് കൊടുക്കുന്നുണ്ട്. വെള്ളം കുടിക്കാണ്ട് സ്കൂളിൽ നിന്ന് വന്നവന് TV വെച്ച് കൊടുക്കുന്ന പ്രശ്നമില്ല.
പ്രശ്നമുണ്ട്. ഇവനെന്നോട് ചോദിക്കുന്നേ ഞാൻ മങ്കിയാന്നു. ഞാൻ മങ്ങിയാണെങ്കിൽ എന്റെ വയറ്റിൽ നിന്ന് ഇവൻ മങ്കിയല്ലേ? അപ്പൊ പീലിയ പീലി ഇവൻ എന്റെ വയറ്റിൽ നിന്നോണ്ട് ഞങ്ങൾ മൂന്നേരും മങ്കി. അപ്പൊ ചേട്ടനാ അച്ഛൻ കാട്ടുപോത്ത്. വലുതാണ് കാട്ടുപോത്തായി പോയി. ഇത്രയില്ല 3.5 ml. അത് 1 ml ഫില്ലറായതുകൊണ്ട് ഇനി ഉറങ്ങിച്ചോണ്ട് മേലേട്ട് അല്ലെ മേലേൽപ്പിച്ചിട്ട് ഉറങ്ങാം. ഓ പീലിയാണ് ഉറങ്ങി. ഞാൻ പ്രതീക്ഷിച്ച പോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അവൾക്ക് ഈ മുമ്പ് 2 പ്രാവശ്യം വാക്സിൻ എടുത്തപ്പോഴും വലിയ പനിയും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞ് 2 പ്രാവശ്യം എടുത്ത പോലെ അല്ല, 3ാമത്തെ വാക്സിൻ നല്ല പെയിനായിരിക്കും, കൊച്ചിൻ്റെ കാലൊക്കെ ഇങ്ങനെ അനക്കിക്കൊണ്ടിരിക്കണം, നന്നായി പനിക്കും, അങ്ങനെ പനിക്കുകയാണെങ്കിൽ 5 മണിക്കൂർ ഇടവിട്ട് മരുന്ന് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പേടിച്ചില്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവൾ എന്നെ നിലപിടിക്കാറില്ല. ഇന്ന് എന്നെ അവൾ ശരിയാക്കണമെന്ന് വെച്ചു. പക്ഷെ അവൾ നോർമൽ ഡേ പോലെ തന്നെയാണ്. അവൾക്ക് കാര്യമായിട്ട് പനിച്ചിട്ടൊന്നുമില്ല. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് പനിക്കാറായി, ചെറുതായിട്ടൊന്ന് ചൂട് വന്നെങ്കിലും 5:30 നമുക്ക് മരുന്ന് കൊടുക്കണ്ടേ 6 മണിക്കൂറാകുമ്പോൾ. അത് കൊടുത്ത് ഇപ്പോൾ തന്നെ ആൾ ഉറങ്ങിയിട്ടുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. കാലൊക്കെ അവൾ തന്നെ ഇട്ട് അടിക്കുന്നുണ്ട് നിലത്തൊക്കെ ഇട്ട്. അവൾ നോർമൽ ഡേ പോലെ തന്നെ ഹോളിലൊക്കെ പായ വെച്ച് കിടത്തിയപ്പോൾ കുറച്ച് പേരോട് അമ്മ ഇരുന്നപ്പോൾ അവിടെ കിടന്ന് കളിക്കുക, അങ്ങനെ ചിരിക്കാൻ വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ പേടിച്ചിരുന്നു ഇന്നെ ശരിയാക്കുള്ളൂ വിചാരിച്ച്. അത്ര പ്രശ്നമുള്ള പ്രശ്നമൊന്നും അല്ല. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.